ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്നിതാ 2700 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒഴിനായിട്ട് നിന്ന് കണ്ടോ കേട്ടോ. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു വയലിൻ്റെ വക്കത്തായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം കാറ്റും വെളിച്ചം ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വീടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ഇതാ അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ഒക്കെ എത്താൻ വേണ്ടിയിട്ടാട്ടോ ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് പോർച്ചും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഏത് കോണിൽ നിന്നാലും നമുക്ക് ഈ ഒരു പാടത്തിൻ്റെ ഭംഗി, ഈ ഒരു വയലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിട്ടോ. ആ രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഗ്രാനൈറ്റിലാണ് കേട്ടോ ചെയ്തത്. പിന്നെ വീടിൻ്റെ ഫ്ലോറ് മൊത്തത്തിൽ ടൈലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡോർസായാലും എല്ലാം ഒരു ബ്ലാക്ക് കളർ തീമിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളറിലായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് വീടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ലിവിങ് ഏരിയയിലേക്കാണ് കേട്ടോ. വളരെ ചെറിയൊരു സ്പേസാണ് കേട്ടോ ലിവിങ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ 2 സോഫ സെറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ലെങ്ത്തിലുള്ള കർട്ടൻസാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതേപോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തിലുള്ള വിൻഡോസാണ് കേട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാളിലായിട്ടും ഇതേപോലെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്തായാലും സ്പോട്ട് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിവിങ് ഏരിയ എന്നതാ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായത് ഒരുപാട് സ്പോട്ട് ലൈറ്റുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായാണ് സ്റ്റെയർ കേസിൻ്റെ ഏരിയ വരുന്നത്. ഈ ഡൈനിങ് ഏരിയൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മളെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പാസേജിലും ഒന്നും അല്ലാതെ ഈ ഒരു ഡൈനിങ് ടേബിളിനായിട്ട് തന്നെ ഒരു പ്രത്യേക സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന വിൻഡോസും കർട്ടൻസും ഒക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വാളിലായാലും ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സീലിങ്ങിലായാലും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയക്ക് നമുക്കൊരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ഡൈനിങ് ടേബിളും അതേപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ചെയർസുമാണ് കേട്ടോ. ഒരു ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിലാണ്. പിന്നെ ആ ഒരു കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ ചെയറിൻ്റെ കുഷനുകളും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഡൈനിങ് ഏരിയൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ലെങ്ത്തിലുള്ള ഗ്ലാസ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയും അതിനോട് മാച്ച് ചെയ്യുന്ന ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട് വയലിൻ്റെ വക്കത്തായതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേര സമയങ്ങളിലും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു സിറ്റ് ഔട്ടാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ള ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഡോറുകളായാലും എല്ലാം റെഡിമെയ്ഡ് ഡോറുകളാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതും ഒരു ബ്ലാക്ക് കളർ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇത്. ഇവിടെ വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബെഡ് കോട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത്തിലുള്ള കർട്ടനുകൾ തന്നെയാണ് കേട്ടോ ഈ റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് പുറത്തേക്കുള്ള റിവ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് പ്ലൈവുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതേപോലെ സ്റ്റോറേജ് ഏരിയ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും WBCയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം ലെങ്ത്തിലുള്ള ഒരു മിറർ
അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കേട്ടോ വീടിൻ്റെ ബാത്റൂമും വരുന്നത്. അതും ഒരു ബ്ലാക്ക് കളർ തീമിൽ തന്നെയാണ് അതിൻ്റെ ഡോറുകളൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ആഷ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയാലും വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകളും ഒരു സിമ്പിളായിട്ടുള്ള ഒരു വാഷ് ബേസിൻ്റെ ഏരിയയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയ കൊണ്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു കോമൺ ബാത്റൂമും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡോറുകളും എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ അതൊരു വൈറ്റ് കളർ തീമിൽ വരുന്ന ടൈലാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയും വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകളും സിമ്പിളായിട്ടുള്ളൊരു വാഷ് ബേസിൻ്റെ ഏരിയയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ് കേട്ടോ. കിച്ചണിനോട് ചേർന്നിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീലിങ്ങിലായാലും സ്പോട്ട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും വുഡിൻ്റെ തന്നെയാണ് ബെഡ് കോട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലെങ്ത്തിന് വരുന്ന കർട്ടൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നാലും നമുക്ക് ഈ ഒരു പാടത്തിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ലൈറ്റ് ഈ റൂമിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഈ റൂമിൻ്റെ ബാത്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. രണ്ട് ബെഡ്റൂമിൻ്റെയും വാർഡ്രോബ് ഒരേ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരേ കളർ തീമിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമും വൈറ്റ് ആൻഡ് ആഷ് കളർ തീമിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയും സിമ്പിളായിട്ടുള്ളൊരു വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകൾ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനിതാ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ കിച്ചണിലോട്ടാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെയാണ് ഇവിടുത്തെ കിച്ചണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോർഡുകളൊക്കെ WPCയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വൈറ്റ് കളറിലാണ് കേട്ടോ ഇവിടെ കർട്ടൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിങ്ങിലായാലും ഇതേപോലെ സ്പോട്ട് ലൈറ്റുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ ഗ്യാസും ഒക്കെ വരുന്നത്. കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ ഫുൾ ബോഡി ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു സ്റ്റോർ റൂമിൻ്റെ ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ അപ്സ്റ്റെയറിലേക്കാണ് കേട്ടോ. ഈ ഒരു ലിവിങ് ഏരിയയോട് ചേർന്നിട്ടാണ് കേട്ടോ സ്റ്റെയർ കേസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലായാലും ഒക്കെ GIയിലാണ് കേട്ടോ. പിന്നെ ഇതിന് പെയിൻറ്റ് കൊടുത്തതാണ് കേട്ടോ. ഈ ഒരു കളറിലായിട്ട് പെയിൻറ്റ് കൊടുത്തതാണ്. പിന്നെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് വരുന്ന ടൈലാണ്. നമ്മൾ വുഡിൻ്റെ കളർ തീമിൽ വരുന്ന ടൈലാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിതാ സ്റ്റെയർ കയറി വരുന്ന ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് നമുക്കിവിടെ പുറത്തേക്ക് നല്ല കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ചുറ്റും ഒരു പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇനിയും മറ്റൊരു വീഡിയോസും ഒരു വീടിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.